ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കൂലേ? എനിക്കിവിടെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമാണ് കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയ വീഡിയോ ആണിത്. ഞങ്ങളെന്താക്കി വിരാജ്പേട്ട പോയ സമയത്ത് നമ്മൾ പിറക്കുന്ന 6:30 മണിക്ക് ഇറങ്ങിന് കേട്ടോ. 7 മണിൻ്റെ ബസ്സാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേട്ടയിൽ പോയി. പിന്നെ ഇവിടുന്ന് 6:30 മണിയാകുമ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ട് പോയതാണല്ലോ. അങ്ങനെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചെറുങ്ങനെ ചായ കുടിച്ചിട്ട് പോയതാണ് കേട്ടോ. ഞാനും ചിപ്പം എന്താക്കി ഷവർമ തിന്ന് സീദോസിന് ഇതും തിന്നിട്ട് അങ്ങനെ ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ തിന്നിട്ട് അങ്ങനെ ബസ് കയറി. ഇത് മെജസ്റ്റിക്കാണ്, ഇത് സാറ്റലൈറ്റ് അല്ലേന്ന്. സാറ്റലൈറ്റിൽ എത്തി കേട്ടോ. അവിടെ നമ്മൾ എത്ര മണിക്ക് എത്തി അറിയോ? 3:30 മണിക്ക് എത്തി. 3:30 മണിക്ക് എത്തി. അപ്പം തന്നെ മെജസ്റ്റിക്ക് ബസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഹോസ്പിറ്റൽ ബസ്സിലേക്ക് പോകേണ്ടത്. 3:30 മണിക്കും ബസ് വരിക, ഫുള്ളാകുക, പോവുക, ബസ് വരിക, ഫുള്ളാകുക, പോകുക. എന്നിട്ട് ഞങ്ങൾ മൂന്നാമത്തെ ബസ്സിലാണ് ഞങ്ങൾ കയറിപ്പോയിനത്. അതുവരെ അവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ പേരും തണുപ്പായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു വിഷയമൊന്നുമില്ല, നമ്മൾ കുറേ ആയി, 10-17 കൊല്ലമായി പോക്കന്നെ തുടങ്ങിയത്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മോനിക്ക് പറ്റിയെന്ന്. മോനിക്ക് ഹാർട്ടിന് പ്രശ്നമായിരുന്നു കേട്ടോ. മോനിക്ക് ഫസ്റ്റ് 4 വയസ്സിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മളങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ആ കൊറോണ സമയത്ത് എന്താക്കി നമ്മൾ ആ 2-3 കൊല്ലം പോകാതെ നിന്ന്. പിന്നെ ഓനെന്താക്കി ഹിഫ്ള് പഠിക്കാൻ കൊണ്ടുപോയാക്കി. അങ്ങനെയൊക്കെ ആക്കി. കുട്ടിക്ക് സത്യത്തിൽ കാണാൻ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലായിരുന്നു. പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഓൻ്റെ ആവശ്യത്തിന് നടക്കും, ഇരിക്കും, ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഓനെന്താക്കി ഒരു ദിവസം മൈസൂരിൽ കൊറോണ എല്ലാം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ എന്താക്കിയാൽ മൈസൂർ കാണിച്ചപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് 2ാമത് ഓപ്പറേഷൻ ചെയ്യണം. കുട്ടിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഒരു ഇറച്ചി കഷ്ണം വന്ന് വളർന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാണ്ടായിട്ടുണ്ട്. ഒരു ചെറിയൊരു സൂചിൻ്റെ ഒരു ഗ്യാപ്പേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്താക്കി പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ എന്താക്കി കണ്ണൂർ പെരിയാർ മെഡിക്കൽ കോളേജ് കാണിച്ച്. അവിടെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ ആദ്യം ചെയ്തൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവരെന്നെ ചെയ്യലാണ് ബെറ്റർ പറഞ്ഞ്. അങ്ങനെ ചെയ്യാനാണ് ബെറ്റർ പറഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ മൈസൂരത്തെ ഡോക്ടറും അതന്നെയാണ് പറഞ്ഞത്. നാരായണ ഹോസ്പിറ്റലിൽ അവരും അതന്നെ പറഞ്ഞു, ചെയ്ത ഡോക്ടർ തന്നെ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ തന്നെ പോയി. ഞങ്ങൾ എന്താക്കി നേരെ ബാംഗ്ലൂർക്ക് 2ാമത് പോയി. ഫസ്റ്റ് പോയി പിറ്റേത്തെ മാസം തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് തന്ന് 2ാമതും ചെയ്തട്ടോ. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ തന്നെയായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ ആയുസിൻ്റെ നീളം കൊണ്ട് പഠിച്ചവന് ഞങ്ങൾക്ക് തിരിച്ച് തന്ന്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് നമ്മൾ ആ 2 കൊല്ലം കൊണ്ടുപോകാതെ നിന്നതായിരുന്നു പ്രശ്നം. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അങ്ങനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി. അവിടെ നമ്മളെന്താക്കി 5:45 എത്തി. പിന്നെ എന്താക്കി അവിടെ പോയി ഫ്രഷായി ചായ എല്ലാം കുടിച്ച് അങ്ങനെ പിന്നെ ഡോക്ടറിന് ഉള്ളിലേക്ക് വിടൂലല്ലോ. 7 മണി 8 മണിയൊക്കെ ആവണല്ലോ ഉള്ളിൽ കൂടാൻ. അങ്ങനെ പുറത്തിരുന്ന് അതൊരു ടാസ്ക്കാണ് കേട്ടോ. നമ്മളാ പുറത്തിരുന്നിട്ട് നേരം കഴിച്ചുകൂട്ടൽ വല്ലാത്തൊരു ടാസ്ക് തന്നെയാണത്. ഇത് നേരം വെളുത്തിട്ടൊന്നുമല്ല. ഇത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ കനറ ബാങ്കും ATM ATMിൽ ക്യാഷ് എടുക്കണതൊക്കെയാണ് കേട്ടോ. അങ്ങനെ എന്താക്കിയത്, ഇതാണ് എൻട്രൻസ്, ഫ്രണ്ട് ഇതാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചത് എമർജൻസി വാർഡാണ്. അപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ അത് നമ്മളെ തണലിൻ്റെ ഫുഡ് വന്നതാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറൊക്കെ. അങ്ങനെ 8 മണിയായി ഉള്ളിലേക്ക് കയറ്റി. ഇത് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഷൻ കാർഡൊക്കെ അത് ചെയ്യുന്നതാണ് കേട്ടോ. റേഷൻ കാർഡൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയതിൻ്റെ ശേഷം റേഷൻ കാർഡ് കിട്ടുന്ന ക്യാഷ് കിട്ടുന്നതൊക്കെയാണ്. അതിന് കുറേ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ ചീട്ടെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു പൂവിൻ്റെ ഇതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പക്ഷെ ഞങ്ങൾ പോയെന്നില്ലേ, സത്യം പറയാൻ ഭാഗ്യത്തിന് മറ്റേത് പൊങ്കലല്ലായിരുന്നു, അതിൻ്റെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ജയദേവ ഹോസ്പിറ്റൽ കേട്ടോ, ബാംഗ്ലൂർ ബണ്ണാർക്കട്ട് റോട്ട് ജയദേവ ഹോസ്പിറ്റൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ചീട്ടെടുക്കണം. പക്ഷെ ഞങ്ങൾ അസിസ്റ്റൻറ്റ് ഡോക്ടർമാർ ഇതിലാണ് ഡോക്ടർമാർ അസിസ്റ്റൻ്റ് ഇരിക്കൽ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ടെസ്റ്റുകളേ ഉണ്ടുള്ളൂ. പിന്നെ
ഇവിടെ വലിയ ടെസ്റ്റ് ഒന്നും ഇവിടെ ഞങ്ങൾ എന്താ പറയുക ഇവിടെ ടോക്കൺ എടുക്കുക. പക്ഷെ നമുക്ക് സത്യത്തിൽ ഇവിടെ ടോക്കൺ എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അപ്പോഴും കുട്ടികൾ ഇതുണ്ട് ഇൻഫോസിസ് ഇതിലേക്കാണ് ഞങ്ങളെ പിന്നെ വിട്ടത്. ഞങ്ങൾ അപ്പുറം ടോക്കൺ എടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റല്ലോ പിന്നെ അപ്പുറമാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് കുട്ടികളത് കേട്ടോ. കുറച്ച് ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല മക്കളെ, കുഞ്ഞു മക്കളും. ഇന്ന് നല്ല തിരക്ക് കുറവാണ്. അല്ലെങ്കിലൊന്നും നമ്മൾ ആ സമയം നമ്മളത് പെട്ടെന്നായിനേനു 12:30 മണിയാകുമ്പോഴത്തേന് നമ്മളത് നല്ല പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായി. 12 മണിയാകുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അന്ന് നമ്മൾ പോയ ദിവസം ഏതായാലും നല്ലൊരു ദിവസമായിരുന്നു. പെട്ടെന്ന് എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി 6 മാസം കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ ഇനി ഞങ്ങൾ നാഷ്ട ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. രാവിലെ ഒരു ചായ കുടിച്ചതാണ്. അങ്ങനെ തന്നെ നാഷ്ട കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ സിധു മസാല ദോശയാണ് എടുത്തത്, ഞങ്ങൾ പൂരിയും കറിയാണ് ഞങ്ങൾ കൊടുത്തട്ടോ. അങ്ങനെ പിന്നെ ചായടിയെല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് മെജസ്റ്റിക്ക് ബസ് കിട്ടി. മെജസ്റ്റിക് അപ്പം ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഒരു ടെമ്പിൾ ഒരിതാണിത്, വള്ളം ചാടുന്നൊരു വീഡിയോ ആണ്. പിന്നെ അങ്ങനെ ബസ്സിൽ വരുന്ന സമയത്ത് ട്രാഫിക് അല്ലേ, അപ്പം അവിടെ അങ്ങനെ ജസ്റ്റ് ട്രാഫിക് ജാം ആയ സമയത്ത് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ്. നല്ലൊരു ഇതുണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിന് കാണാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താക്കി വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മൈസൂരിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. മൈസൂരിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമുക്ക് നേരെ സിദ്ധാർത്ഥത്തേക്ക് ബസ് കിട്ടിയോ. ഓ സീന്